ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ അഷ്ടാദശോധ്യായഃ. ഇന്നത്തെ ഭാഗം പ്രലംബാസുരവധമാണ്. രാമനും കൃഷ്ണനും ഗോപന്മാരും കൂടി കാട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രലംബാസുരൻ ഒരു ഗോപൻ്റെ രൂപത്തിൽ, ഒരു ഗോപക്കുട്ടിയുടെ രൂപത്തിൽ ഇവരുടെ അടുത്തെത്തുന്നു. ഇവരുടെ കളിയിൽ കൂടി ചേരുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള കളി രണ്ട് ചേരി തിരിഞ്ഞാണ് കളിക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്തുള്ള ആൾ, ഏതെങ്കിലും ഒരാൾ മറ്റേ ഭാഗത്തുള്ള ഒരാളിനെ തൊടുക. തൊട്ട് കഴിഞ്ഞാൽ മറുഭാഗത്തുള്ള ആൾ തോറ്റതായി. അപ്പോൾ ഈ തോറ്റവർ ജയിച്ചവരെ എടുത്തുകൊണ്ട് നടക്കണം. ഇതാണ് കളി. അപ്പോൾ അതിന് തൊട്ടുകൂടാ കളി എന്ന് പറയും. അപ്പം അങ്ങനെ ഈ പ്രലംബാസുരൻ ഒരു ഗോപക്കുട്ടിയുടെ രൂപത്തിൽ വന്നെങ്കിലും ഭഗവാന് മനസ്സിലായി. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ പക്ഷത്തിൽ അവനെ ചേർത്തു. എന്നിട്ട് അത് കളി ആരംഭിച്ചു. അപ്പോൾ കൃഷ്ണൻ്റെ പക്ഷം തോറ്റു. അപ്പോൾ തോറ്റ ആൾക്കാർ ജയിച്ചവരെ തോളിലെടുത്തുകൊണ്ട് കുറേ ദൂരം നടക്കുക. ഒരു നിശ്ചിത ദൂരം പറഞ്ഞിട്ടുണ്ട്. ആ ദൂരം അത്രയും ചുമന്നുകൊണ്ട് നടക്കുക. അപ്പം അങ്ങനെ ഈ കളിയിൽ കൃഷ്ണൻ്റെ പക്ഷക്കാർ തോക്കുന്നു. അപ്പോൾ കൃഷ്ണൻ എതിർപക്ഷത്തുള്ള സുധാമാവിനെ എടുത്തുകൊണ്ട് നടക്കുന്നു. ഈ പ്രലംബാസുരൻ ബലരാമനെ എടുത്തുകൊണ്ട് നടക്കുന്നു. അപ്പോൾ കുറേ ദൂരം പോയി, നിശ്ചിത ദൂരം കഴിഞ്ഞിട്ടും ഈ പ്രലംബാസുരൻ അവിടെ നിന്നില്ല, വീണ്ടും കൊണ്ട് ഓടാൻ തുടങ്ങി. അപ്പോൾ ബലരാമൻ ഒന്ന് പകച്ചു പോയി. പക്ഷെ ദൂരെ നിന്ന് കൃഷ്ണനെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. ബലരാമൻ എന്ത് ചെയ്തു? തൻ്റെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടി. അപ്പോൾ അവന് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാതായി. അങ്ങനെ അവൻ നിന്നപ്പോൾ എന്ത് ചെയ്തു? ബലരാമൻ മുഷ്ടി ചുരുട്ടി അവനെ ഇടിച്ച് കൊല്ലുന്നു. ആ കഥയാണ് ഇന്നത്തെ ഭാഗത്തിൽ നമുക്ക് പഠിക്കേണ്ടത്. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 17. പശും ചാരയതോ ഗോപൈ തദ്വനേ രാമകൃഷ്ണയോഹോ ഗോപരൂപീ പ്രലംബോഗാ അസുരത്തജ്ജിഹീർഷയാം. പശൂൻ ചാരയതഃ ഗോപൈഃ തദ് വനേ രാമകൃഷ്ണയോഹോ ഗോപരൂപീ പ്രലംബഃ അഗാത് അസുര തദ് ജിഹീർഷയ. തദ്വനെ ആ കാട്ടിൽ ഗോപൈഃ ഗോപന്മാരോടുകൂടി പശുക്കളെ ചാരയതഃ മേച്ചുകൊണ്ട് രാമകൃഷ്ണയോഹോ രാമകൃഷ്ണന്മാർ ഇരിക്കുമ്പോൾ ഗോപരൂപി ഗോപവേഷം ധരിച്ച പ്രലംബാസുരൻ തജ്ജിഹീർഷയ അവരെ അപഹരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അഗാത് അവിടെ ഗമിച്ചു. അപ്പോൾ ഭഗവാൻ ചെയ്ത മറ്റൊരു ആശ്ചര്യ ലീലയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ബലരാമനും കൃഷ്ണനും ഗോപന്മാരും ഒരുമിച്ച് പശുക്കളെ മേയിച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ പ്രലംബൻ എന്ന ഒരു അസുരൻ രാമകൃഷ്ണന്മാരെ അപഹരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി ഗോപവേഷം ധരിച്ച് അവിടെ എത്തുന്നു. പശൂൻ ചാരയതോ ഗോപൈ തത്വനേ രാമകൃഷ്ണയോഹോ ഗോപരൂപീ പ്രലംബോഗാ അസുരത്തജ്ജിഹീർഷയാം. ശ്ലോകം 18. തം വിദ്വാനപിദാശാർഹോ ഭഗവാൻ സർവദർശനഃ അന്യമോദത്തത്സഖ്യം വധം തസ്യ വിചിന്തയൻ. തം വിദ്വാൻ അപി ദാശാർഹഃ ഭഗവാൻ സർവദർശനഃ അന്യമോദ തത്സഖ്യം വധം തസ്യ വിചിന്തയൻ. സർവദർശനഃ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഭഗവാൻ ഐശ്വര്യപൂർണനായ ദാശാർഹ ശ്രീകൃഷ്ണൻ തം ആ അസുരനെ
വിദ്വാൻ അഭി അറിഞ്ഞുവെങ്കിലും തസ്യ അവൻ്റെ വധത്തെ വിചിന്തയൻ വിശേഷമായി ആലോചിച്ചുകൊണ്ട് തത് സഖ്യം അവൻ്റെ സഖ്യത്തെ അനുമോദിച്ചു. അവൻ വന്നപ്പോൾ അവരെ കൂട്ടത്തിൽ ചേർത്തു. കൃഷ്ണൻ മനസ്സിലാക്കി ഇവൻ ഞങ്ങളെ കൊല്ലാനാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അവനെ കൊല്ലാനുള്ള വേലയ്ക്ക് വേണ്ടി അവനോട് പറഞ്ഞു, നീ ഞങ്ങളെ കൂടെ ചേർന്നു എന്ന് പറഞ്ഞു. തം വിദ്വാനഭിദാശാർഹോ ഭഗവാൻ സർവദർശനഃ അന്യമോദ തത് സഖ്യം വധം തസ്യ വിചിന്തയൻ. ശ്ലോകം 19. തത്രോ ഉപാഹൂയ ഗോപാലാൻ കൃഷ്ണപ്രാഹ വിഹാരവേത് ഹേ ഗോപ വിഹരിഷ്യാമോ ദ്വന്ദ്വീഭൂയ യഥായഥം. തത്ര ഉപാഹൂയ ഗോപാലൻ കൃഷ്ണഃ പ്രാഹ വിഹാരവിത് ഹേ ഗോപ വിഹരിഷ്യാമഃ ദ്വന്ദ്വീഭൂയ യഥായഥം. തത്ര അവിടെ വിഹാരവത് കളി അറിയുന്ന കൃഷ്ണൻ ഹേ ഗോപ അല്ലയോ ഗോപന്മാരെ യഥായഥം യോജിക്കുന്ന വിധത്തിൽ ദ്വന്ദ്വീഭൂയ ഈ രണ്ടുപേർ ചേർന്ന് വിഹരിഷ്യാമ നമുക്ക് കളിക്കാം എന്ന് ഗോപന്മാരെ ഉപാഹൂയ അരികെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഗോപന്മാരോട് പറഞ്ഞു, ഇങ്ങോട്ട് വരുവിൻ, നമ്മളെല്ലാ പേരും കൂടെ ചേർന്ന് ഒരു കളി കളിക്കാൻ പോവുകയാണ്. രണ്ടായിട്ട് കക്ഷി ചേർന്ന് കളിക്കണം. പിന്നെ വയസ്സ് ബലം മുതലായ യോജിക്കുന്ന 2 പേർ വേണം തമ്മിൽ കളിക്കേണ്ടത്. ചേർച്ചയില്ലാത്തവർ തമ്മിൽ കളിക്കരുത്. നല്ല ബലമുള്ളതും ഒരു മെലിഞ്ഞ ഒരാളും കൂടെ കളിക്കരുത്. തുല്യ ബലമുള്ളവർ തമ്മിൽ കളിക്കണം. അപ്പോൾ 2 ചേരിയായിട്ട് ചേർന്ന് നമുക്ക് കളിക്കാം എന്ന് ഗോപന്മാരെ വിളിച്ച് ഭഗവാൻ പറഞ്ഞു. തത്ര ഉപാഹൂയ എന്ന് വെച്ചാൽ അരികെ വിളിച്ച് പറഞ്ഞു. ഉപാഹൂയ ഗോപാലൻ കൃഷ്ണപ്രാഹ വിഹാരവിത് ഹേ ഗോപ വിഹരിഷ്യാമോ ദ്വന്ദ്വീഭൂയ യഥായഥം. ശ്ലോകം 20. തത്ര ചക്രു പരിവൃഢൗ ഗോപാരാമ ജനാർദ്ദനൗ കൃഷ്ണസംഘട്ടിന കേചിത് ആസൻ രാമസ്യ ചാപരേ. അത്ര ചക്രുഹു പരിവൃഢൗ ഗോപാഹ രാമജനാർദ്ദനൗ കൃഷ്ണസംഘട്ടിനഃ കേചിത് ആസൻ രാമസ്യ ച അപരേ. തത്ര അതിൽ ഗോപന്മാർ രാമജനാർദ്ദനൗ രാമനെയും കൃഷ്ണനെയും പരിവൃഢം സംഘമുഖ്യന്മാരായിട്ട് ചക്രു ചെയ്തു. കേചിത് ചിലർ കൃഷ്ണസംഘട്ടിന കൃഷ്ണസംബന്ധികൾ എന്നുവെച്ചാൽ കൃഷ്ണൻ്റെ കൂടെ ചിലർ രാമൻ്റെ സംബന്ധികളായി ഭവിച്ചു. 2 ചേരി, ഒരു വശത്ത് രാമനും ഒരു വശത്ത് കൃഷ്ണനും. കുറേ പേര് കൃഷ്ണൻ്റെ കൂടെ കൂടി, കുറേ പേര് രാമൻ്റെ കൂടെ കൂടി. അപ്പോൾ അതിൽ മുഖ്യരായിട്ടുള്ളത് കൃഷ്ണൻ്റെ പക്ഷത്ത് കൃഷ്ണനാണ്. അപ്പോൾ സംഘത്തിലുള്ള നായകന്മാർക്ക് കുറ്റികൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കളിയിൽ ഗോപന്മാർ രാമകൃഷ്ണന്മാരെയാണ് കുറ്റികളായി കൽപ്പിച്ചത്. ഒരു പക്ഷത്തുള്ള കുറ്റി രാമനും ഒരു മറുവശത്തുള്ളത് കൃഷ്ണനും. തത്ര ചക്രോ പരിവൃഢൗ ഗോപാരാമ ജനാർദ്ദനൗ കൃഷ്ണസംഘട്ടിന കേചിത് ആസൻ രാമസ്യ ചാപരേ. ശ്ലോകം 21. ആചേരുർവിവിധ ക്രീഡാ ബാഹ്യവാഹകലക്ഷണാഃ യത്ര ആരോഹന്തി ജേതാരോ വഹന്തി ച പരാജിതാഃ. ആചേരുഹു വിവിധാഃ ക്രീഡാ വാഹകലക്ഷണാഃ യത്ര ആരോഹന്തി ജേതാരഃ വഹന്തി ച പരാജിതാഃ. ബാഹ്യവാഹവലക്ഷണഃ വഹിക്കുന്നവൻ എന്ന നിശ്ചയത്തോടുകൂടി, അതായത് കളിയിൽ തോറ്റവർ എന്ത് ചെയ്യണം? ജയിച്ചവരെ എടുത്തുകൊണ്ട് നടക്കണം. അതാണ് വഹിക്കുന്നവൻ എന്ന നിശ്ചയത്തോടുകൂടി. കളിയിൽ തോറ്റു കഴിഞ്ഞാൽ തോറ്റവർ ജയിച്ചവരെ എടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ ഇതിന് അസ്പൃശ്യ ലീല എന്നാണ് പറയുന്നത്. തൊട്ടുകൂടാ എന്ന കളി, അതാണ് ആദ്യം ആരംഭിച്ചത്. ഈ കളിക്ക് ചില പ്രദേശങ്ങളിൽ കള്ളിച്ചാടി കളി എന്ന് പറയും. അപ്പോൾ നിശ്ചിത സ്ഥലം എത്തുന്നത് വരെ തൊടാതെ കഴിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘത്തെ തൊടാൻ ശ്രമിക്കുന്നത് മറ്റൊരു സംഘത്തിൻ്റെ പ്രവൃത്തിയാണ്.
ഒരു സംഘത്തിലുള്ള ഒരാൾ മറ്റൊരു സംഘത്തിലുള്ള ആരെങ്കിലും തൊടണം. അപ്പോൾ കൃഷ്ണസംഘത്തിലുള്ള ഒരുവൻ രാമസംഘത്തിലെ ഒരുവനെ തൊട്ടാൽ രാമസംഘക്കാർ തോറ്റു. പിന്നെ രാമസംഘത്തിലുള്ള ഒരാൾ കൃഷ്ണസംഘത്തിലുള്ള ഒരാൾ തൊട്ടാൽ കൃഷ്ണസംഘത്തിലുള്ളവർ തോറ്റു വന്നു. അന്യോന്യം ഇതുപോലെ ജയവും പരാജയവും. തോറ്റ സംഘത്തിലെ ഒരുവൻ എന്ത് ചെയ്യണം? ജയിച്ച സംഘത്തിലെ ഒരുവനെ ചുമലിലെടുത്ത് നടക്കണം. ഇതാണ് നിശ്ചയം. ആചേരുർവിവിധ ക്രീഡ ബാഹ്യവാഹക ലക്ഷണക. വിവിധതരമായ ക്രീഡ ലീലകളെ ആചരിച്ചു. എത്ര ആരോഹന്തി, ഏതൊന്നിൽ ജേതാര ജയിച്ചവൻ, ആരോഹന്തി കയറുന്നു. എവിടെ? പരാജിത തോറ്റവൻ്റെ പുറത്ത് ജയിച്ചവൻ കയറും. അതായത് തോറ്റവൻ ജയിച്ചവനെ തോളിലെടുത്തുകൊണ്ട് വഹന്തീച്ച വഹിക്കുകയും ചെയ്യുന്നു. ആചേരുർവിവിധ ക്രീഡ ബാഹ്യവാഹക ലക്ഷണാഹ എത്രാരോഹന്തി ജേതാരോ വഹന്തിച്ച പരാജിതാഹ. ശ്ലോകം 22. വഹന്തോ വഹ്യമാനാശ്ച ചാരയന്തശ്ച ബോധനം പാണ്ഡീരകം നാമവടം ജഗ്മു കൃഷ്ണ പുരോഗമാഹ. വഹന്തഃ ബാഹ്യമാനാഹ ച ചാരയന്തഃ ച ബോധനം പാണ്ഡീരകം നാമ വടം ജഗ്മുഹു കൃഷ്ണ പുരോഗമാഹ. വഹന്തഃ വഹിക്കുന്നവരും ബാഹ്യമാന വഹിക്കപ്പെടുന്നവരും ഗോധനം പശുക്കൂട്ടത്തെ ചാരയന്തഃ മേയ്ക്കുന്നവരുമായിട്ട് കൃഷ്ണ പുരോഗമ കൃഷ്ണൻ മുതലായവർ പാണ്ഡീരകം നാമ പാണ്ഡീരകം എന്നു പേരായ വടത്തെ ജഗ്മു. പാണ്ഡീരകം എന്നു പേരായ വടം എന്ന് വെച്ചാൽ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി. അതായത് തോറ്റവൻ ജയിച്ചവനെ നിശ്ചിത സ്ഥലത്ത് നിന്ന് എടുത്താൽ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കണം എന്നാണ് നിശ്ചയം. അപ്പം ഇറങ്ങാൻ നിശ്ചയിച്ച സ്ഥലത്തിൻ്റെ പേരാണ് പാണ്ഡീരകം എന്നു പേരായ ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വേണം കൊണ്ട് നിർത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെ ചിലർ എടുത്തുകൊണ്ടും മറ്റു ചിലർ എടുക്കപ്പെട്ടുകൊണ്ടും കൃഷ്ണൻ മുതലായവർ പാണ്ഡീരകം എന്ന ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ എത്തിച്ചേർന്നു. വഹന്തോ വാഹ്യമാനാശ്ച ചാരയന്തശ്ച ഗോധനം പാണ്ഡീരകം നാമവടം ജഗ്മു കൃഷ്ണ പുരോഗമാഹ. ശ്ലോകം 23. രാമസങ്കട്ടിനോയർഹി ശ്രീദാമാ വൃഷഭാദയഃ ക്രീഡായാം ജൈനസ്താൻ ഊഹോ കൃഷ്ണാദയോ നൃപ. രാമസങ്കട്ടിനഃ രാമസംഘക്കാരായ ശ്രീദാമ വൃഷഭാദയ ശ്രീദാമാവ് വൃഷഭൻ മുതലായവർ ക്രീഡായാം കളിയിൽ ജൈനഹായർഹി ജയിക്കുന്നവർ ആയി വന്നാൽ നൃപഹ ഹേ രാജാവേ കൃഷ്ണാദയ കൃഷ്ണൻ മുതലായവർ താൻ അവരവരെ ഊഹു വഹിച്ചു. അപ്പോൾ ശ്രീനാമാവ് വൃഷഭൻ മുതലായ രാമൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം ബലരാമൻ്റെ കക്ഷിയിൽ ചേർന്നവരാണ്. അവർ ജയിച്ചപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു? അവരെ പുറത്തെടുത്തുകൊണ്ട് നടന്നു. ഭക്തവത്സലനായ ഭഗവാൻ സ്വഭക്തന്മാർക്ക് ജന്മം നൽകിയ ശേഷം താൻ ഭക്തന്മാരെ ചുമലിൽ വഹിച്ചുകൊണ്ട് നടക്കുന്നു. അങ്ങനെയുള്ള അവതാരമാണ് കൃഷ്ണാവതാരം. രാമസങ്കട്ടിനോയർഹി ശ്രീദാമ വൃഷഭാദയ ക്രീഡായാം ജൈനസ്താൻ ഊഹു കൃഷ്ണാദയോ നൃപ. ശ്ലോകം 24. ഉവാക കൃഷ്ണോ ഭഗവാൻ ശ്രീദാമാനം പരാജിതഃ വൃഷഭം ഭദ്രസേനസ്തു പ്രലംബോരോഹിണീ സുതം. ഉവാഹ കൃഷ്ണഃ ഭഗവാൻ ശ്രീദാമാനം പരാജിതഃ വൃഷഭം ഭദ്രസേനഃ തു പ്രലംബഃ രോഹിണീ സുത. പരാജിതഃ തോറ്റവനായ ഭഗവാൻ കൃഷ്ണൻ ശ്രീദാമാവിനെ എടുത്തുകൊണ്ട് നടന്നു. വൃഷഭനെ ഭദ്രസേനൻ കൊണ്ടു നടന്നു. പ്രലംബൻ രോഹിണീസുതനാര്? ബലരാമനെ തോളിലെടുത്തുകൊണ്ട് നടന്നു. അപ്പോൾ കൃഷ്ണപക്ഷക്കാരാണ് തോറ്റത്. അപ്പോൾ കൃഷ്ണൻ സുദാമാവിനെ എടുത്തു. കൃഷ്ണൻ്റെ പക്ഷത്തുള്ള ഭദ്രസേനൻ വൃഷഭനെ എടുത്തു. കൃഷ്ണൻ്റെ പക്ഷത്തുള്ള പ്രലംബൻ ബലരാമനെ എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുകയാണ്. ഉവാഹ കൃഷ്ണോ ഭഗവാൻ ശ്രീദാമാനം പരാജിതഃ വൃഷഭം ഭദ്രസേനസ്തു പ്രലംബോരോഹിണീ സുതം. ശ്ലോകം 25.
അവിഷഹ്യം മന്യമാന കൃഷ്ണന്താനവ പുങ്കവ വഹന്ദ്രുതതരം പ്രാഗാത് അവരോഹണത പരം. അവിഷഹ്യം മന്യമാനഃ കൃഷ്ണം ദാനവപുങ്കവഃ വഹൻ ദുരിതതരം പ്രാഗാത് അവരോഹണതഃ പരം. ദാനവപുങ്കവഃ, ആ ദാനവവീരൻ, അതായത് പ്രലംബാസുരൻ കൃഷ്ണനെ അവിഷഹ്യം, സഹിക്കാൻ കഴിയാത്തവനെന്ന് മന്യമാന, വിചാരിക്കുന്നവനായിട്ട് രാമനെ വഹിച്ചുകൊണ്ട് ദ്രുതതരം, അതിവേഗത്തിൽ അവരോഹണത, ഇറക്കാനുള്ള സ്ഥലത്ത് നിന്ന് പരം, ദൂരത്തെ പ്രാപിച്ചു. അപ്പോൾ ഇറക്കാനുള്ള സ്ഥലത്ത് ഇറക്കാതെ ഈ പ്രലംബാസുരൻ എന്ത് ചെയ്തു? ബലരാമനെയും കൊണ്ട് ദൂരത്തോടി ബലരാമനെ അപഹരിച്ചു കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. അവിഷഹ്യം മന്യമാന കൃഷ്ണം ദാനവ പുങ്കവഃ വഹൻ ദ്രുതതരം പ്രാഗാത് അവരോഹണതഃ പരം. ശ്ലോകം 26. തമ്മുദ്വഹൻ ധരണി ധരേന്ദ്ര ഗൗരവം മഹാസുരോ വിഗതരയോ നിജം വപു സാസ്ഥിത പുരാട പരിച്ഛദോ ബഭൗ തടിദ്യുമാന ഉടുപതി ഇവാടിവാംബുദഃ. തം ഉദ്വഹൻ ധരണി ധരേന്ദ്ര ഗൗരവം മഹാസുരഃ വിഗതരയഃ നിജം വപുഃ സഹ ആസ്ഥിതഃ പുരട പരിച്ഛദഃ ബഭൗ തടിദ്യുമാൻ ഉടുപതി വാഡ്, അങ്ങനെ എടുക്കണം. ഉടുപതി വാഡ് ഇവ അംബുദഃ. തടിദ്യുമാൻ ഉടുപതി വാഡ് ഇവ അംബുദഃ. ധരണി ധരേന്ദ്ര ഗൗരവം, പർവ്വതരാജനെ പോലെ കനമുള്ള തം, ബലരാമനെ. അപ്പം ബലരാമൻ എന്ത് ചെയ്തു? ദൂരെ കൊണ്ടുപോയപ്പോൾ ബലരാമൻ അല്പം ഒന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു? അപ്പോൾ ദൂരെ നോക്കിയപ്പോൾ കൃഷ്ണൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ബലരാമന് ധൈര്യമായി. അപ്പോൾ ബലരാമൻ എന്ത് ചെയ്തു? തൻ്റെ ഖനം അങ്ങ് കൂട്ടി. അപ്പോൾ അങ്ങനെ ഖനമുള്ള ബലരാമനെ ഉദ്വഹൻ വഹിച്ചിരുന്ന സഹമഹാസുര, ആ പ്രലംബാസുരൻ വിഗത രദേഹ, വേഗത നശിച്ചവനായി. അതായത് അപ്പോൾ കനം കൂടിയപ്പോൾ അവന് പെട്ടെന്ന് ഓടാൻ പറ്റിയില്ല. പുരട പരിച്ഛദ, സ്വർണ്ണാലങ്കാരത്തോടു കൂടിയവനായി. തടിദ്യുമാൻ, മിന്നൽ പോലെ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ ആ അസുരരൂപം കൈക്കൊണ്ടു. തടിദ്യുമാൻ, മിന്നൽ എന്ന പോലെ കാന്തിയുള്ളവനായി. ഉടുപതിവാൾ, ചന്ദ്രനെ വഹിച്ചിരിക്കുന്ന, ഇവിടെ ചന്ദ്രൻ എന്ന് ബലരാമനെയാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രനെ വഹിച്ചിരിക്കുന്ന അമ്പുദൈവ, മേഘം പോലെ ബഹു ശോഭിച്ചു. അപ്പോൾ അവൻ കറുത്തവനാണ് പ്രലംബാസുരൻ. അപ്പോൾ അവൻ്റെ ശരിക്കുള്ള ശരീരം അവൻ എടുത്തു. അപ്പോൾ സ്വർണ്ണാലങ്കാരത്തോടു കൂടി മിന്നൽ പോലെ കാന്തിയുള്ളവനായി, ചന്ദ്രനെ വഹിച്ചിരുന്ന മേഘം പോലെ ശോഭിച്ചു. അപ്പോൾ സ്വർണ്ണാലങ്കാരങ്ങൾ ദേഹത്തെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് മിന്നൽ പോലെ കാന്തിയുള്ളവനായി തീർന്നു. സ്വതവേ തന്നെ ശരീരം വന്മല പോലെ കറുത്തതാണ്. തോളിൽ ചന്ദ്രനെ പോലെ ശുഭകാന്തിയുള്ള ബലരാമൻ ഇരിക്കുന്നത് കൊണ്ട് മുകൾ ഭാഗത്ത് ചന്ദ്രനെ വഹിച്ചിരിക്കുന്ന കാർമേഘം എന്ന പോലെ പ്രലംബാസുരൻ ശോഭിച്ചു. തമ്മുദ്വഹൻ ധരണി ധരേന്ദ്ര ഗൗരവം മഹാസുരോ വിഗതരയോ നിജം ബഭോ സാസ്ഥിത പുരട പരിച്ഛദോ ബഭോ തടിദ്യുമാനുടിപതിവാൾ ഇവാംബുദഃ. ശ്ലോകം 27. നിരീക്ഷതദ്വപുരലം അംബരേചരത് പ്രദീപ്ത ദൃക്ഭൃഗുടി തടോഗ്രദ്രംഷ്ടകം ജ്വലച്ഛിഹം
കടകകിരീടകുണ്ടല ദിശാദത്ഭുതം കലധര ഈഷത് അത്ര സത് നിരീക്ഷ തദ്വപുഃ അലം അംബരേ ചരത് പ്രദീപ്ത ദൃക് ഭൃഗുടി തട ഉഗ്രദ്രംഷ്ട്രകം ജ്വലശിഖം കനകകിരീടകുണ്ടല ദിശാദ് അത്ഭുത കലധര ഈഷത് അത്രസത്. അപ്പോൾ ആ പ്രലംബാസുരൻ്റെ ആ രൂപമാണ് പറയുന്നത്. അലം അതിവേഗത്തിൽ അമ്പരെ ആകാശത്തിൽ ചരത് ചലിക്കുന്നതും പ്രദീപ്ത ദൃക്ഭൃഗുടി തടോഗ്ര ദംഷ്ടകം ഏറ്റവും ശോഭിക്കുന്ന കണ്ണുകളോടുകൂടിയ പുരുകത്തോടും ഭയങ്കരമായ ദ്രംഷ്ടകളോടുകൂടി ജ്വലശിഖം ജ്വലിക്കുന്ന തലമുടിയോടുകൂടി കനക കിരീട കുണ്ടല ദിശ വളകൾ കിരീടം കുണ്ടലങ്ങൾ ഇവയുടെ കാന്തിയാൽ അത്ഭുതം ആശ്ചര്യകരമായ തത്വവും ആ ദേഹത്തെ നിരീക്ഷ്യ നോക്കിയിട്ട് പ്രലംബാസുരൻ്റെ ദേഹത്തെ നോക്കിയിട്ട് കലധര ബലരാമൻ ഈശ അല്പം അത്രസ ഭയപ്പെട്ടു. ഇവൻ്റെ ഭയങ്കര ദ്രംഷ്ടയും ഭയങ്കര രൂപവും ഒക്കെ കണ്ട് ആദ്യം ബലരാമൻ അല്പം ഭയപ്പെട്ടു. നിരീക്ഷ്യ തദ്വപുരലം അംബരേചര പ്രദീപദൃക്ഭൃഗുടി തടോഗ്രദ്രംഷ്ട്രകം ജ്വലശിഖം കടകകിരീടകുണ്ടല ദിശാദത്ഭുതം കലധര ഈഷ അത്ര സത്. ശ്ലോകം 28. ശ്ലോകം 28. അഥാഗത സ്മൃതിരഭയോരിബുംബലോ വിഹായ സ്വാർത്ഥം ഇവ ഹരന്തമാത്മനഃ രുഷാഹനശിരസി ദൃഢേന മുഷ്ടിന സുരാധിപോ ഗിരിമിവ വജ്രരംഹസാം. അഥ ആഗത സ്മൃതിഃ അഭയഃ രിപും ബലഃ വിഹായ സാർത്ഥം ഇവ ഹരന്തം ആത്മനഃ രുഷാ അഹനത് ശിരസി ദൃഢേന മുഷ്ടിന സുരാധിപഃ ഗിരിം ഇവ വജ്രരംഹസ. അഥ അനന്തരം ആഗത സ്മൃതി ആഗതമായ സ്മൃതിയോട് ബലരാമന് ഉടനെ തന്നെ പരമാർത്ഥ ബോധം വീണ്ടും കിട്ടി. പെട്ടെന്ന് ഒന്ന് പേടിച്ചു പോയി. അപ്പോൾ ദൂരെ നോക്കുമ്പം കൃഷ്ണനും ഉണ്ട്. അപ്പോൾ ബലരാമനെ എടുത്തുകൊണ്ടുപോയപ്പോൾ കൃഷ്ണൻ ആംഗ്യം കാണിച്ചു പറഞ്ഞു എന്ന് ചില പുരാണത്തിലൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ദൂരെ ഇങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണൻ ദൂരെ നിൽക്കുകയാണ്. അതായത് ബലരാമന് കാണാൻ പറ്റും, കാരണം അസുരൻ്റെ തോളിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ആഗത സ്മൃതിയോടുകൂടി, അതായത് അപ്പോൾ തനിക്ക് പരമാർത്ഥ ബോധമുണ്ടായി. ബലരാമൻ അഭയഹ ഇവ ഭയമില്ലാത്തവനെ, പിന്നെ ഭയമൊക്കെ മാറി ആത്മനഹ സാർത്ഥം തൻ്റെ സംഘത്തെ വികായ വിട്ടിട്ട് ഹരന്തം തന്നെ ഹരിച്ചു കൊണ്ടുപോകുന്ന ജീവം ശത്രുവിനെ വജ്രരംഹസ വജ്രം പോലെ ശക്തിയുള്ള ദൃഢേന ഉറപ്പിച്ചു പിടിച്ച മുഷ്ടി കൊണ്ട് സുരാധിപ ദേവേന്ദ്രൻ ഗിരിവ സുരാധിപേന്ദ്ര ദേവേന്ദ്രൻ ഗിരിമിവ പർവ്വതത്തെ എന്ന പോലെ, അതായത് പണ്ട് ദേവേന്ദ്രൻ പർവ്വതത്തിൻ്റെ ചിറകുകളെല്ലാം വജ്രായുധം കൊണ്ട് വെട്ടിയതുപോലെ പണ്ട് ഈ പർവ്വതങ്ങൾ പറക്കുമായിരുന്നു. അപ്പോൾ ഇത് പറന്ന് എവിടെയെങ്കിലും ചെന്നിരിക്കുമ്പോൾ ആ സ്ഥലത്തുള്ള വൃക്ഷങ്ങളായി എന്തായാലും നശിച്ചു പോകും, മൃഗങ്ങളായാലും. അപ്പോൾ അതുകൊണ്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? വജ്രായുധം കൊണ്ട് ഈ പർവ്വതങ്ങളുടെ എല്ലാം ചിറകിനെ അരിഞ്ഞു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ദേവേന്ദ്രൻ പർവ്വതങ്ങളുടെ ചിറകരിഞ്ഞതുപോലെ ദേഷ്യത്തോടുകൂടി ശിരസി തലയിൽ അകന മുഷ്ടി ചുരുട്ടി എന്ത് ചെയ്തു? ആ ബലരാമൻ ആ പ്രലംബാസുരൻ്റെ തലയിൽ ഇടിച്ചു. കോപത്തോടെ തലയിലിടിച്ചു. അഥാഗത സ്മൃതരഭയോരിബുംബലോ വിഹായ സാർത്ഥം ഇവഹരന്തമാത്മനഃ യുഷാഹനശിരസി ദൃഢേന മുഷ്ടിന സുരാധിപോ ഗിരിമിവ വജ്രരംഹസാം. ശ്ലോകം 29. സാഹത സപതി വിശീർണമസ്തകോ മുഖാത്മൻ രുതിരമപസ്മൃതോസുര മഹാരപം ബസുരപവത് അപതത് സമീരയൻ ഗിരിർയഥാമഹവത ആയുധാഹതഃ സഹ ആഹതഃ
സപതി വിശീർണ മസ്തകഃ മുഖാത് വമൻ രുധിരം അപസ്മൃതഃ അസുരഃ മഹാരവം വസുഹു അപതത് സമീരയൻ ഗിരിഹി യഥാ മഖവത ആയുധ ആഹതഃ അടിക്കപ്പെട്ട സഹ അസുരൻ, ആ അസുരൻ സപതി ഉടനെ തന്നെ വിശീർണ മസ്തക തകർന്ന തലയോടുകൂടി മുഷ്ടി ചുരുട്ടി ബലരാമൻ അവൻ്റെ തലയിലാണ് ഇടിച്ചത്. അപ്പോൾ തല തകർന്നവനായി, മുഖത്ത് നിന്ന് രുധിരം രക്തത്തെ വമൻ ഛർദ്ദിക്കുന്നവനായി, അപസ്മൃത അപഗതമായ സ്മൃതിയോടുകൂടി അവൻ്റെ ബോധമൊക്കെ നശിച്ച്, വെസുഹു പ്രാണൻ ഇല്ലാതെയായി, മഖവത ഇന്ദ്രൻ്റെ ആയുധത്താൽ ഹനിക്കപ്പെട്ട, ഗിരിയത പർവ്വതം പോലെ, മഹാരവ അത്യുച്ച ശബ്ദത്തെ സ്മരൻ പുറപ്പെടുവിച്ചുകൊണ്ട് പതിച്ചു. അപ്പോൾ മുഷ്ടി ചുരുട്ടിയിട്ട് ഇടിച്ചപ്പോൾ അവൻ്റെ ജീവൻ പോയി, തല തകർന്നു, അവൻ രക്തം ഛർദ്ദിച്ചു, അവൻ്റെ ബോധമൊക്കെ പോയി, പ്രാണം പോയി. അപ്പോൾ ഇന്ദ്രൻ എൻ്റെ വജ്രായുധമേറ്റ് പർവ്വതങ്ങൾ എങ്ങനെ നിലം പതിച്ചു, അതുപോലെ അവനും താഴെ വീണു. സാഹത സപതി വിശീർണമസ്തകോ മുഖാദ്വമൻരുതിരമപസ്മൃതോസുര മഹാരഥം വിസുരപതത് സമീരയൻ ഗിരിർയഥാ മഖവതായുധാഹത. ശ്ലോകം 30. ദൃഷ്ട്വാ പ്രലംബം നിഹതം ബലേന ബലശാലിന ഗോപാസു വിസ്മിതാസൻ സാധു സാധു ഇതി വാദിനഃ. ദൃഷ്ട്വാ പ്രലംബം നിഹതം ബലേന ബലശാലിന ഗോപാഹ സുവിസ്മിത ആസൻ സാധു സാധു ഇതി വാദിനഃ. ബലശാലിന ഏറ്റവും ബലവാനായ ബലേന ബലരാമനാൽ നിഹതം കൊല്ലപ്പെട്ട പ്രലംബനെ ദൃഷ്ട്വാ കണ്ടിട്ട് ഗോപാഹ ഗോപന്മാർ സാധു സാധു ഇതി കൊള്ളാം നല്ലത് എന്നിങ്ങനെ വാദിന പറയുന്നവരായി, സുവിസ്മിത അത്യാശ്ചര്യമുള്ളവരായി ആസൻ ഭവിച്ചു. അപ്പോൾ തങ്ങളുടെ കൂടെ വന്ന കൂട്ടുകാരൻ എന്നും പറഞ്ഞ് വന്നവൻ പ്രലംബാസുരനായിരുന്നു. അപ്പോൾ അവനെ കൊന്നപ്പോൾ ഗോപന്മാർക്ക് സന്തോഷമായി, അവർ കൊള്ളാം നല്ലത് എന്നിങ്ങനെ പറഞ്ഞു. ദൃഷ്ട്വാ പ്രലംബം നിഹിതം ബലേന ബലശാലിന ഗോപാസു വിസ്മിതാസൻ സാധു സാധു ഇതി വാദിനഃ. ശ്ലോകം 31. ആശിഷോഭിഗൃണന്തസ്തം പ്രശംസുസ്തദർഹണം പ്രത്യാഗതമിവാലിംഗ്യ പ്രേമവിഹ്വലചേതസഃ. ആശിഷഃ അഭിഗൃണന്ത തം പ്രശംസുഹു തദ് അർഹണം പ്രേത്യ ആഗതം ഇവ ആലിംഗ്യ പ്രേമവിഹ്വലചേതസഃ. പ്രേമം കൊണ്ട് പരവശപ്പെട്ട മനസ്സോടുകൂടിയവരായി, പ്രേത്യ പരലോകത്ത് പോയിട്ട് ആഗതമിവ വന്നവനെന്ന പോലെ, ആലിംഗ്യ അതായത് ബലരാമൻ യാതൊരു കേടും കൂടാതെ അരികത്ത് വന്നത് കണ്ടപ്പോൾ പ്രേമപരവശരായ ഗോപന്മാർക്ക് മരിച്ച ശേഷം രണ്ടാമത് വരുന്നവനെ പോലെ, ഒരാൾ മരിച്ചിട്ട് രണ്ടാമത് എണീറ്റ് വന്നപ്പോൾ എത്ര സന്തോഷം കാണും, അതുപോലെ സന്തോഷബാഷ്പം ഒഴുക്കി ആലിംഗനം ചെയ്തു. എന്തായാലും ബലരാമൻ മരിക്കുമെന്ന് തന്നെ അവർ വിചാരിച്ചു. ഇത്രയും ഒരു വലിയ അസുരനല്ലേ എടുത്തുകൊണ്ട് ഓടിയത്. അപ്പോൾ മരിച്ചവൻ തിരിച്ചു വരുമ്പോഴുള്ള ആഹ്ലാദം എങ്ങനെയിരിക്കും, അതുപോലുള്ള ആഹ്ലാദം ഗോപന്മാർ പ്രകടിപ്പിച്ചു. ആഗതം വന്നവനെ പോലെ ആലിംഗനം ചെയ്തിട്ട് ആശിഷ അനുഗ്രഹങ്ങളെ അഭിഗൃണന്ത അത്യാദരവോട് പ്രയോഗിക്കുന്നവരായി, അതായത് ഇങ്ങനെ ഞങ്ങളെ രക്ഷിച്ചുകൊണ്ട് ബഹുകാലം ജീവിച്ചിരിക്കണം എന്ന് അനുഗ്രഹിച്ചു. അഭിഗൃണന്ത അത്യാദരവോടുകൂടി പ്രയോഗിച്ചവരായി, തദർഹണം അതിന് യോഗ്യനായിരിക്കുന്ന തം അവനെ പ്രശംസിച്ചു. അപ്പോൾ ബലരാമൻ സ്തുത്യർഹൻ തന്നെ. ബലരാമനാണല്ലോ ഇവനെ കൊന്നത്. അപ്പം ബലരാമനെ പ്രശംസിച്ചു. ആശിഷോഭിഗൃണന്തസ്തം പ്രശംസൃതദർഹണം പ്രത്യാഗതം വിവാലിംഗ്യ പ്രേമവിഹ്വലചേതസഃ. ശ്ലോകം 32. പാപേ പ്രലംബോ നിഹതേ ദേവാ പരമനിർവൃതാഃ അഭ്യവർഷൻ ബലം മാല്യൈ ശശംസു സാധു സാധുതി. പാപേ പ്രലംബ നിഹതേ
ദേവാഹ പരമനിർവൃതാഹ അപ്യവർഷൻ ബലം മാലീഹി ശശംസു സാധു സാധു ഇതി. പാപേ പാപിയായ പ്രലംബൻ നിഹതെ കൊല്ലപ്പെട്ടപ്പോൾ ദേവാഹ ദേവന്മാർ പരമനിർവൃതാഹ അധികം സന്തോഷിച്ചവരായി ബലരാമനെ മാലകൾ കൊണ്ട് പൂമാലകൾ കൊണ്ട് അഭിവർഷിച്ചു. സാധു സാധു ഇത് നല്ലതെന്ന് പ്രശംസിക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രലംബാസുരനെ വധിച്ചപ്പോൾ ദേവന്മാർ സന്തോഷിച്ച് സാധു സാധു നല്ലതെന്ന് പറഞ്ഞു പുഷ്പമാലകൾ കൊണ്ട് ബലരാമൻ്റെ മീതെ അഭിഷേകം ചെയ്യുകയും ചെയ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണ ദശമസ്കന്ധേ പ്രലംബവധ നിരൂപണ നാമ അഷ്ടാദശോധ്യായക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.